എന്തിനാണ് ഈ പരിപാടി നടത്തിയത് എന്നതിനെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാതെ അവസാനിച്ച ഒരു യോഗം. ആകെ ചെയ്തത് സർക്കാരിനെയും പിണറായി വിജയനെയും CPM-നെയും 10 തെറി വിളിക്കാൻ കുറേ ആളുകളെ കൂട്ടി ഒരു യോഗം നടത്തി. അതല്ലാതെ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ചോ ശബരിമലയെക്കുറിച്ചോ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ശബരിമല എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ ആ വിശുദ്ധിയോട്, ആ പവിത്രതയോട് എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഭർസനങ്ങൾ അവിടെ ഒന്ന് നടത്തുമായിരുന്നില്ല. അതും മുഖ്യ പ്രാസംഗികൻ, കൂടെ പങ്കെടുത്ത ആളുകളെല്ലാവരും. ഇങ്ങനെയാണോ ഒരു പരിപാടി നടത്തുക? ഇതിലും എത്രയോ ഭേദമായിരുന്നു സർക്കാരിൻ്റെ സെമിനാർ. ഒന്നുമല്ലെങ്കിലും ശബരിമലയുടെ വികസനമാണല്ലോ ചർച്ച ചെയ്തത്, വേറൊന്നും പറഞ്ഞില്ലല്ലോ ആ യോഗത്തിൽ. രണ്ടാമത്തേത്, ഈ പരിപാടി കൊണ്ട് എന്താണ് അവർ ലക്ഷ്യമിട്ടത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനൊരു പരിപാടി നടക്കുന്നു, ആ പരിപാടി കൊണ്ട് വലിയ നേട്ടം സർക്കാരിനുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു, ഹിന്ദു സംഘടനകളെ അവരുടെ സർക്കാർ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് കരുതി നടത്തിയ ഒരു ബദൽ സംഗമമാണല്ലോ. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളോടെ പോയി 2018 നാമജപ ഘോഷയാത്രയോടുകൂടി സംഘപരിവാരത്തിനൊപ്പം അണിനിരന്ന 2 പ്രധാനപ്പെട്ട സംഘടനകൾ NSS-ഉം SNDP-യും രണ്ടുമില്ല. ഈ 2 സംഘടനയുടെയും നേതാക്കൾ അപ്പുറത്ത് സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഈ പരിപാടിയിൽ നേതാക്കളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? കുറേ സ്വാമിമാർ, ഈ മഠാധിപതികൾ അവിടെ എത്തി, അവിടെ വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ബഹളം വെച്ചു. പക്ഷേ രാഷ്ട്രീയമായി ഇതുകൊണ്ടുള്ള മെച്ചമോ ഗുണമോ ഈ പരിപാടികൾ ഉണ്ടാകും?